ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ സബ്ലക്സേഷൻ, അതായത് തോളിൻ്റെ അസ്ഥി മുന്നോട്ട് സ്ലിപ്പായി പോകുന്ന ഒരു കണ്ടീഷൻ. ഇത് സ്പോർട്സ് താരങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിലെ ഒരു പ്രധാന വെറൈറ്റിയാണ് ഷോൾഡറിൻ്റെ ആ ഒരു ഹ്യൂമറസ് ബോൺ മുന്നോട്ട് തള്ളുക, അതിൻ്റെ ഹെഡ് ഓഫ് ഹ്യൂമറസ് മുന്നോട്ട് സ്ലിപ്പായി പോവുക. അതിൻ്റെ പേരാണ് ആൻറ്റീരിയർ ഷോൾഡർ സബ്ലക്സേഷൻ. ഇന്ന് നമുക്കൊപ്പം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കൈ, പേഷ്യൻ്റ് സാധാരണ അദ്ദേഹത്തിൻ്റെ കൈ ഈ ഒരു പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ നോർമൽ ഹാൻഡ് ഉപയോഗിച്ച് പെയിൻഫുള്ളായ കൈ സപ്പോർട്ട് ചെയ്തിരിക്കും. അദ്ദേഹത്തിൻ്റെ കൈ യൂഷ്വലി എക്സ്റ്റേണൽ റൊട്ടേഷൻ ആൻഡ് അബ്ഡക്ട് പൊസിഷനിലായിരിക്കും. ഈ ഒരു കണ്ടീഷൻ നമ്മൾ മാനേജ് ചെയ്യുന്നത് ആദ്യമായി ഈ ഷോൾഡറിൻ്റെ ഹ്യൂമറസ് ബോണിൻ്റെ ഏറ്റവും ലോവർ എൻഡിൻ്റെ താഴേക്ക് എലോങ് ദ ലൈൻ ഓഫ് ഹ്യൂമറസ് നമ്മളൊരു ട്രാക്ഷൻ കൊടുക്കും. ട്രാക്ഷൻ മീൻസ് ആ ബോണിനെ താഴോട്ട് വലിക്കും. അതോടൊപ്പം തന്നെ മുകളിൽ നിന്ന് മറ്റൊരു വ്യക്തി അതിന് കൗണ്ടർ ട്രാക്ഷൻ നൽകുകയും ചെയ്യും. അതിനുശേഷം എക്സ്റ്റേണൽ റൊട്ടേഷൻ, അഡക്ഷൻ ആൻഡ് മീഡിയൽ റൊട്ടേഷൻ, ഈ 4 സ്റ്റെപ്പുകളിലൂടെയാണ് ഇത് നമ്മൾ റിഡക്ഷൻ ചെയ്യുന്നത്. ഈ ഒരു ടെക്നിക്കിൻ്റെ പേരാണ് കോച്ചേഴ്സ് മെത്തേഡ്. ഇതാണ് വളരെ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിന് ശേഷം പേഷ്യനെ നമ്മൾ 6 ആഴ്ച ഷോൾഡർ ബാൻഡേജ്, അതായത് ആയുർവേദത്തിൽ സ്വസ്തിക ബന്ധം ഓർ ഫിഗർ ഓഫ് 8 ബാൻഡേജ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ മെഡിസിൻസ് നൽകുന്നു. ഇങ്ങനെ നൽകി കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ട് ഈ ഒരു കണ്ടീഷനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇത് കൗണ്ടർ ട്രാക്ഷൻ ആണ്. ഒരു വ്യക്തി പേഷ്യൻ്റെ പിന്നിൽ നിന്ന് മുകളിലേക്ക് കൗണ്ടർ ട്രാക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ട്രാക്ഷൻ എലോങ് ദ ലൈൻ ഓഫ് ഹ്യൂമറസ്. താഴോട്ട് ട്രാക്ഷൻ കൊടുക്കുന്നു, കൗണ്ടർ ട്രാക്ഷൻ കൊടുക്കുന്നു, എക്സ്റ്റേണൽ റൊട്ടേഷൻ, അഡക്ഷൻ ആൻഡ് മീഡിയൽ റൊട്ടേഷൻ. പ്രൊസീജിയറിന് ശേഷം പേഷ്യൻ്റെ കൈ ഈ ഒരു പൊസിഷനിലെത്തും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു റിലീഫ് ഈ ഒരു ടെക്നിക്കിലൂടെ കിട്ടുന്നതാണ്. ആയുർവേദത്തിൽ സന്ധിമുക്തം അഥവാ ഷോൾഡർ സബ്ലക്സേഷൻ എന്നറിയപ്പെടുന്ന ഈ കണ്ടീഷന് സാദിമർമ്മ കഷായം, ലാക്ഷാദി ഗുഗ്ഗുലു, ഗന്ധതൈലം മുതലായ മരുന്നുകൾ ഉപയോഗിച്ച് വിദഗ്ധ ചികിത്സയിലൂടെ പരിഹാരം സാധ്യമാണ്. ഈ ഒരു രോഗത്തിന് സ്വന്തമായി ചികിത്സിക്കാതെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം തേടാനായി ശ്രമിക്കേണ്ടതാണ്.